Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്ക് ആണ്. ടൈം ആൻഡ് വർക്ക് A to Z സീരീസിലെ 4th വീഡിയോ ആണിത്. ഈ സെയിം ടോപ്പിക്കിൽ തന്നെ നമ്മൾ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ഒരു ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ 2 persons വരുന്ന ആ ഒരു പ്രോബ്ലംസും സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് 3 persons വരുന്ന പ്രോബ്ലംസ്. അതുപോലെ തന്നെ തേർഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പേഴ്സൺ ലീവ് ബിഫോർ കംപ്ലീഷൻ, അതായത് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ 3 ദിവസം മുന്നേ എ ആ ഒരു വർക്കിൽ നിന്ന് ലീവ് ചെയ്തു. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പേഴ്സൺ ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന്റെ 2 ദിവസം മുന്നേ ആ വർക്കിൽ നിന്ന് പിന്മാറി. അങ്ങനെയുള്ള കേസ് ഓഫ് പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് തേർഡ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫിഷ്യൻസി ബേസ്ഡ് പ്രോബ്ലംസ്. നോക്കൂ, എഫിഷ്യൻസി ബേസ്ഡ് പ്രോബ്ലംസ് ആണ്. അതായത് എ എന്ന് പറയുന്ന പേഴ്സൺ ബി എന്ന് പറയുന്ന പേഴ്സണേക്കാളും ട്വൈസ് എഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പേഴ്സൺ എ എന്ന് പറയുന്ന പേഴ്സണേക്കാളും ത്രൈസ് എഫിഷ്യന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആ പ്രോബ്ലത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറയുന്നത് എ ഈസ് ട്വൈസ് എഫിഷ്യന്റ് ആസ് ബി. ഓക്കെ, എ എന്ന് പറയുന്നത് ബിയിനേക്കാളും ട്വൈസ് എഫിഷ്യന്റ് ആണ്. അതായത് ബി ഒരു വർക്ക് ഒരു ദിവസം ബി ചെയ്യുന്ന ആ വർക്കിന്റെ എന്തായിരിക്കും ഡബിൾ ആയിരിക്കും എ ചെയ്യുന്നത്, അല്ലെ? ബിയിനേക്കാളും ട്വൈസ് എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിനേക്കാളും 2 മടങ്ങ് എന്താണ് എഫിഷ്യന്റ് ആണ്. അപ്പൊ ബി എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ ആ ടൈമിനകത്ത് ബിയുടെ ഇരട്ടി വർക്ക് ആര് ചെയ്യും? എ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ എഫിഷ്യൻസി എങ്ങനെ എഴുതും? എ ഈസ് ടു ബി. എഫിഷ്യൻസി റേഷ്യോ എങ്ങനെ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ എ ഈസ് ടു ബി എന്ന് പറയുന്നത് ബിയിനേക്കാളും ട്വൈസ് എഫിഷ്യന്റ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ബിക്ക് 1 കൊടുക്കുന്നു. അതിന്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 × ട്വൈസ്, 1 × 2 എന്ന് പറയുന്നത് 2. അപ്പൊ എന്താണ്? 2:1 ആണ് എഫിഷ്യൻസി റേഷ്യോ. എ ഈസ് ടു ബിയുടെ എഫിഷ്യൻസി റേഷ്യോ എന്താണ്? 2:1 ആണ്. പിന്നെ നമുക്കറിയാം വർക്ക്, എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം ആയതുകൊണ്ട് തന്നെ എന്താണ്? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് അയാൾക്ക് കുറച്ച് ടൈം മതി ആ വർക്ക് കംപ്ലീറ്റ് ആവാൻ. അയാൾ ലെസ് എഫിഷ്യന്റ് ആണെങ്കിൽ അയാൾക്ക് കൂടുതൽ ടൈം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലേ? അപ്പൊ എന്താണ്? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണെന്ന് കിട്ടി. അപ്പൊ എന്ത് ചെയ്യണം? എഫിഷ്യൻസി റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ടൈം റേഷ്യോ എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ ടൈം റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എഫിഷ്യൻസി റേഷ്യോയും അറിയണം. അപ്പൊ എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ടൈം റേഷ്യോ എങ്ങനെ എഴുതും? ഇതിന്റെ ഇൻവേഴ്സ് എന്താണ്? നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻവേഴ്സ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? 2:1 ആണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എന്താണ്? 1:2 ആണ്. അപ്പൊ ടൈം റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 1:2 ആണെന്ന് കിട്ടി. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എ ഈസ് ത്രൈസ് എഫിഷ്യന്റ് ആസ് ബി. ഓക്കെ, നേരത്തെ പറഞ്ഞ എന്താണ്? എ എന്ന് പറയുന്നത് ബിനെ അപേക്ഷിച്ച് ട്വൈസ് എഫിഷ്യന്റ് ആണ്. ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ത്രൈസ് എഫിഷ്യന്റ് ആസ് ബി. ബിനെ കമ്പയർ ചെയ്യുമ്പോൾ എ എന്താണ്? ത്രൈസ് എഫിഷ്യന്റ് ആണ്. അപ്പൊ ബിക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ 1 കൊടുക്കുന്നു. അതിന്റെ ത്രൈസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3. അപ്പൊ എന്താണ്? എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണെന്ന് കിട്ടി. ഇതിന്റെ മുന്നിൽ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ടൈം റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? അതിന്റെ ഇൻവേഴ്സ്. ഇതിന്റെ ഇൻവേഴ്സ് എന്താണ്? 1:3. ഓക്കെ, അപ്പൊ എന്താണ്? എ ഈസ് ത്രൈസ് എഫിഷ്യന്റ് ആസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി റേഷ്യോ 3:1 ആണ്. ടൈം റേഷ്യോ എന്താണ്? അതിന്റെ ഇൻവേഴ്സ്, അതായത് 1:3 ആണെന്ന് എഴുതാം. ഇനി അടുത്തത് പറയുന്നത് എ ടേക്സ് ട്വൈസ് ആസ് മച്ച് ടൈം ആസ് ബി. ഓക്കെ, എ എന്ന് പറയുന്ന ആള് ബിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്വൈസ് ബി എടുക്കുന്ന ടൈം എത്രയാണോ അതിന്റെ ഡബിൾ ടൈം എടുക്കും ആ ഒരു വർക്ക് ചെയ്യാനെന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. എ ടേക്സ് ട്വൈസ് ആസ് മച്ച് ടൈം ആസ് ബി. ബി എത്ര വർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആ ടൈമിന്റെ ഡബിൾ ആയിരിക്കും എ എടുക്കുന്നത്. എ ഈസ് ടു ബിയുടെ എന്താണ് അവിടെ എഴുതുന്നത്? ടൈമിന്റെ കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ ടൈം റേഷ്യോ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ടൈം റേഷ്യോ എന്താണ്? ബിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ബിക്ക് 1 കൊടുക്കുന്നു. അപ്പൊ എ എന്താണ്? അതിന്റെ ട്വൈസ്. അപ്പൊ എന്താണ്? 2:1 ആണ് എ ഈസ് ടു ബി എന്ന് കിട്ടി. അപ്പൊ ടൈം റേഷ്യോ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ സെയിം ചെയ്ത പോലെ തന്നെ എഫിഷ്യൻസി റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് ടൈം റേഷ്യോ എഴുതുന്ന പോലെ തന്നെ ടൈം റേഷ്യോ തന്നതിന് അതിന്റെ ഇൻവേഴ്സ് എഫിഷ്യൻസി റേഷ്യോ. അപ്പോൾ എഫിഷ്യൻസി റേഷ്യോ എന്താന്ന് കിട്ടും? 1:2 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ടൈം റേഷ്യോ 2:1 ആണെങ്കിൽ എഫിഷ്യൻസി റേഷ്യോ 1:2 ആണെന്ന് കിട്ടി. ഇനി അടുത്തൊരു പോയിന്റ് നോക്കൂ. എ ഈസ് 50% more efficient than B.
ഇവിടെ നമ്മൾ ആസ് ബി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ബിക്ക് 1 കൊടുക്കുന്ന പോലെ ദാൻ ബി. അപ്പൊ ബിനെ കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, 50% മോർ എഫിഷ്യന്റ് ആണ്. ഇവിടെ നമുക്ക് പറഞ്ഞത് ട്വൈസ്, ത്രൈസ്, 4 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് അങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് എന്താ മതി, ബിക്ക് 1, അതിന്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 2, അതിന്റെ ത്രൈസ് എന്ന് പറഞ്ഞാൽ 3, അതിന്റെ 4 ടൈംസ് എന്ന് പറഞ്ഞാൽ 4 അങ്ങനെ എടുക്കാം. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ളത് 50% എന്നാണ്, പെർസെന്റേജിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ 50% മോർ എഫിഷ്യന്റ്. അപ്പൊ ബിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിക്ക് നമ്മൾ 100 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം 100ന്റെ 50% എത്രയാണ്, 100ന്റെ 50% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി എത്രയാണ്, 50 ആണ് അല്ലേ. 100ന്റെ പകുതി എന്ന് പറയുന്നത് 50 ആണ്. ആ 50 100 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 100 + 50 എന്ന് പറയുന്നത് 150. അപ്പൊ എന്താണ്, ആ ഒരു ബി എന്ന് പറയുന്നത് 100 എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ എത്രയാണോ 15 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, 100 × 50 ആഡ് ചെയ്യുക. അപ്പൊ എന്താണ് 150. അപ്പൊ എന്താണ് എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് 150:100 എന്ന് കിട്ടി. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, 50 കോമൺ എടുക്കും. ഇതിൽ 15 എത്ര പ്രാവശ്യം പോകും, 3 ടൈംസും ഇതില് 2 ടൈംസും പോകും. അപ്പൊ എന്താണ് എഫിഷ്യൻസി റേഷ്യോ 3:2 ആണെന്ന് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ടൈം റേഷ്യോ എഴുതണം. ടൈം റേഷ്യോ എന്താണ്, ഇതിന്റെ ഇൻവേഴ്സ്, എഫിഷ്യൻസിയുടെ ഇൻവേഴ്സ് ആണ് ടൈം റേഷ്യോ. അപ്പൊ ടൈം റേഷ്യോ എത്രയെന്ന് എഴുതുന്നു, ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് 2:3 ആണ് ടൈം റേഷ്യോ എന്ന് കിട്ടി. ഇനി ഇതേ സമയം ഇവിടെ ഒരു 40% മോർ എഫിഷ്യന്റ്, 40% മോർ എഫിഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് 100 ആയിട്ടും അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് 140. ഓക്കെ, മോർ എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 40 ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി അതേസമയം 30% മോർ എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 100, ഇത് 130 എടുക്കാം. ഇനി അതേസമയം 50% ലെസ് ആണെന്ന് പറഞ്ഞാലോ, ഇവിടെ മോർ ആയതുകൊണ്ടാണ് 100 നമ്മൾ ആഡ് ചെയ്തത്. ഇനി അടുത്തത് ലെസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ 100 എടുക്കണം. 50% ലെസ് എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 50 മൈനസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടെ 50 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ദാൻ കഴിഞ്ഞ് വരുന്നത് എന്താണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 100 ആയിട്ട് എടുക്കേണ്ടത്. ഇനി ഇതേ സമയം ഇവിടെ ബി ആണ്, ഇവിടെ ബിയും ഇവിടെ എയും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എ 100 എടുക്കണം. ദാൻ കഴിഞ്ഞ് വരുന്നത് ഏതാണോ അത് നമ്മൾ 100 ആയിട്ട് എടുത്തിട്ട് ബാലൻസ് എന്താണ് 50% ആണെങ്കിൽ കൂടുതലാണെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ലെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, 2 റേഷ്യോസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കമ്പൈൻഡ് റേഷ്യോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിലെ കമ്പൈൻഡ് റേഷ്യോസ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ആ പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. കമ്പൈൻഡ് റേഷ്യോസ് എ ഈസ് twice as efficient as B. അങ്ങനെ തന്നതിന് എന്താണ്, A:B എഴുതാൻ അറിയണം അല്ലേ നമുക്ക്. A:B എന്താണ്, ബിനെ കമ്പയർ ചെയ്യുമ്പോൾ A twice efficient ആണ്. അപ്പൊ B 1 കൊടുക്കുന്നു, Aക്ക് 2 കൊടുക്കുന്നു. അപ്പൊ എന്താണ് A:B എന്ന് പറയുന്നത് 2:1 ആണ് കിട്ടി. ഇനി അടുത്ത പോയിന്റ് നോക്കൂ, B is thrice as efficient as C. സിനെ കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ എഫിഷ്യൻസി ത്രൈസ് ആണ്. അപ്പൊ എന്താണ് B:C എന്ന് കിട്ടും. സിക്ക് 1 കൊടുക്കാം അല്ലെ, സിക്ക് 1 കൊടുക്കാം. ബി എത്രയാണ്, ത്രൈസ്. അപ്പൊ എന്ത് ചെയ്യുന്നു, 3 കൊടുക്കുന്നു. അപ്പൊ എന്താണ് A:B എന്ന് പറയുന്നത് 2:1 ആണെന്നും B:C എന്ന് പറയുന്നത് 3:1 ആണെന്നും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, A:B:C കണ്ടുപിടിക്കണം. ഓക്കെ, A:B:C ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. A:B:C കണ്ടുപിടിക്കാൻ ആദ്യം A:B എഴുതാം. എത്രയാണ്, 2:1. ഇനി അടുത്തത് എന്താണ്, 3:1. അതെന്ത് ചെയ്യാം, നമ്മൾ താഴെ എഴുതാം. താഴെ എഴുതുമ്പോൾ ഇവിടെ 3:1 ആയിട്ട് എഴുതാം. ഇനി എന്താണ്, ഇനി രണ്ട് സ്പേസ് ഉണ്ട് ഇവിടെ, ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ്. അവിടെ എന്ത് ചെയ്യാം, അതിന്റെ തൊട്ടടുത്ത നമ്പർ, ഇതിന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്, 1. അപ്പൊ 1 എഴുതി. ഇതിന്റെ തൊട്ടടുത്ത നമ്പർ ഏതാണ്, 3. അപ്പൊ ഇവിടെ 3 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6. 1 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3. 1 × 1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ A:B:C എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടി, 6:3:1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, A is thrice as good as workman as B and B is half as good as workman as C. Find the ratio of days in which A, B and C can complete work alone respectively എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ, A is thrice as good as workman as B. good as workman as B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫിഷ്യന്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ A is thrice as efficient as B ആണ്. അതുപോലെ തന്നെ B എന്ന് പറഞ്ഞാൽ half as efficient as
സി ആണ്. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. ഗുഡ് ആസ് വർക്ക്മാൻ ആസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി ആണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 പോയിന്റ് നമുക്ക് എഴുതാം. എ ഈസ് ത്രൈസ് എഫിഷ്യന്റ് ആസ് ബി. ഓക്കെ, എനെ ബിനെ കമ്പയർ ചെയ്യുമ്പോൾ എ എത്രയാണ്? ത്രൈസ് എഫിഷ്യന്റ് ആണ്. അപ്പൊ എ ഈസ് ടു ബി എന്താണെന്ന് എഴുതണം? എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി 1 ആണ് എടുത്തതിന് എ 3 ആണ് എഴുതി. എന്താണത്? എഫിഷ്യൻസി റേഷ്യോ. ഇനി എന്താണ് അടുത്തത് പറഞ്ഞത്? ബി ഈസ് ഹാഫ് ആസ് ഗുഡ് ആസ് വർക്ക്മാൻ ആസ് സി. അപ്പൊ എന്ത് ചെയ്യുന്നു? എ ഇവിടെ ബി ഈസ് ടു സി. ബി ഈസ് ടു സി എന്ന് പറയുന്നത് എന്താണ്? സിനെ കമ്പയർ ചെയ്യുമ്പോൾ ബി എത്രയാണ്? അതിന്റെ ഹാഫ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? സി എന്ന് പറയുന്നത് 1 ആണെന്ന് എടുത്തതിന് ഇത് 1/2. ഓക്കെ, അപ്പൊ ഇതിന്റെ റേഷ്യോ എങ്ങനെ കാണും? 1 ഇൻറ്റു ഇവിടെ 1/1 ആണ് അല്ലേ? അപ്പൊ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1, 1/2 ഈസ് ടു 1/1. അപ്പൊ എന്താണ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 ഈസ് ടു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ബി ഈസ് ടു സി എത്രയെന്ന് കിട്ടി? 1 ഈസ് ടു 2 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് പറയുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് വർക്ക് എലോൺ റെസ്പെക്റ്റീവ്ലി. അതായത് എയും ബിയും സിയും ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് ആണ് എന്താന്ന് പറയുന്നത്? ടൈം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി റേഷ്യോ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 2 റേഷ്യോസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? കമ്പൈൻഡ് റേഷ്യോ എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കുക, അതായത് എഫിഷ്യൻസി റേഷ്യോ. അതിനുശേഷം അതിന്റെ ഇൻവേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ടൈം റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ എഫിഷ്യൻസി റേഷ്യോ കണ്ടുപിടിക്കാം. എഫിഷ്യൻസി റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നു? എ ഈസ് ടു ബി ഈസ് ടു സി. അപ്പൊ എന്താണ് എ ഈസ് ടു ബി എന്ന് പറയുന്നത്? എന്താണ്? 3:1. ബി ഈസ് ടു സി എത്രയാണ്? 1:2. ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ അതിന്റെ തൊട്ടടുത്ത നമ്പർ, ഇതിന്റെ തൊട്ടടുത്ത നമ്പർ എന്ന് പറയുന്നത് 1, അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത നമ്പർ 1. അപ്പൊ എന്താണ് എഫിഷ്യൻസി റേഷ്യോ കിട്ടും? 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഈസ് ടു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഈസ് ടു 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അപ്പൊ എന്താണ് എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്? എന്താണ് കിട്ടി? 3:1:2 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടൈം റേഷ്യോ കണ്ടുപിടിക്കണം. ടൈം റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഇൻവേഴ്സ്. അപ്പൊ എന്താണ് ടൈം റേഷ്യോ എന്ന് പറയുന്നത്? ഈക്വൽ ടു ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/3 ഈസ് ടു ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/1 ഈസ് ടു ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/2. അപ്പൊ ടൈം റേഷ്യോ 1/3 ഈസ് ടു 1/1 ഈസ് ടു 1/2. നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഷുഡ് നോട്ട് ബി ഇൻ എ ഫ്രാക്ഷനിൽ ആവാൻ പാടില്ല റേഷ്യോ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഹോൾ നമ്പറിന്റെ റേഷ്യോയിലോട്ട് ചേഞ്ച് ചെയ്യണം. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഭാഗത്തെ എയുടെ ആ ഒരു ടൈം റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത്? എയുടെ കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ ഡിനോമിനേറ്റർ, അത് ഒഴികെയുള്ള ഡിനോമിനേറ്റർ, അതായത് 1 ഇൻറ്റു 2 എന്ത് ചെയ്യണം? ഇതിന്റെ ന്യൂമറേറ്ററിന്റെ ആഡ് ചെയ്യണം. അതായത് 1 ഇൻറ്റു 2 ആണ് ഈ ഭാഗത്തെ ടേം കിട്ടുക. അപ്പൊ എന്താണ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2 ഈസ് ടു ഇനി എന്താണ്? ബിയുടെ ഭാഗം കിട്ടാനായിട്ട് ബാക്കിയുള്ളതിന്റെ ഡിനോമിനേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിന്റെ ന്യൂമറേറ്റർ ബാക്കിയുള്ളതിന്റെ ഡിനോമിനേറ്റർ. അപ്പൊ 1 ഇൻറ്റു 3 ഇൻറ്റു 2. അപ്പൊ എന്താണ് കിട്ടി? 6 അല്ലേ? പിന്നെ എന്താണ്? ഈ ഭാഗം കിട്ടാൻ ഇതിന്റെ 1ന്റെ കൂടെ ബാലൻസ് വരുന്ന ടേംസിന്റെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പൊ എത്രയാണ് കിട്ടി? 3 ആണ് കിട്ടി. അപ്പൊ 2:6:3 ആണ് എന്തെന്ന് പറയുന്നത്? ടൈം റേഷ്യോ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2:6:3. Next question, working efficiency of A and B for completing a piece of work in the ratio 2:3. Find the number of days they will take to complete the work together if B takes 30 days less than A എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ടുപേരുടെ എയുടെയും ബിയുടെയും ആ ഒരു പീസ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി റേഷ്യോ എത്രയാണ് തന്നിട്ടുണ്ട്? 2:3 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എയുടെയും ബിയുടെയും എഫിഷ്യൻസി റേഷ്യോ എത്രയാണ് തന്നിട്ടുണ്ട്? 2:3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ടൈം റേഷ്യോ ചെയ്താൽ അല്ലെ? ടൈം റേഷ്യോ എന്താണ്? എഫിഷ്യൻസി റേഷ്യോന്റെ ഇൻവേഴ്സ്. അപ്പൊ എന്തെന്ന് കിട്ടും? 3:2 ആണ് കിട്ടി. ഇനി എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? നമ്മളോട് തന്നിട്ടുള്ളത് ഇഫ് ബി ടേക്സ് 30 days ലെസ് ദാൻ എ, അതായത് എ എത്ര ദിവസം ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നോ അതിനേക്കാളും 30 ദിവസം കുറവേ ആരെടുക്കുള്ളൂ? ബി എടുക്കുള്ളൂ. അതായത് ഈ ഒരു ടൈം റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 30 days ആണ് തന്നിട്ടുള്ളത്. ടൈം ഡിഫറൻസ് ആണ് 30 days. അപ്പൊ എന്താണ്? ഇതാണ് 30 days.
ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് എ എടുക്കുന്ന ടൈമും ബി എടുക്കുന്ന ടൈമും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം അല്ലെ. അതായത് ഇവിടെ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3x അല്ലെ, 3x ഡിഫറൻസ് 2x. അതായത് എത്രയാണ് 3x ഡിഫറൻസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആണ് എത്രയെന്ന് പറയുന്നത് 30 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും? എ എത്ര ദിവസം എടുക്കും? 3x ആണ് എ എടുക്കുന്ന ടൈം. ഓക്കെ, എ എടുക്കുന്നത് 3x ആണ്. അപ്പൊ എന്താണ് 3 into x എന്ന് പറഞ്ഞാൽ 30. 3 into 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 into 30 എന്ന് പറഞ്ഞാൽ 90. അപ്പൊ എ ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ 90 days എടുക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് ബി ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്? 2x. അപ്പൊ എന്താണ് 2 into x എത്രയാണ് ഇവിടെ? 30. അപ്പൊ 2 into 30 എന്ന് പറഞ്ഞാൽ 60. അതിന്റെ അർത്ഥം എന്താണ്? എ ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ 90 days എടുക്കും, ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ 60 days എടുക്കുന്ന കിട്ടി. ഓക്കെ, അപ്പൊ എ ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ 90 days എടുക്കും, ബി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ 60 days എടുക്കുന്ന കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ദേ വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് ടുഗദർ. അതായത് രണ്ടുപേരും ഒരുമിച്ച് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അതായത് എയുടെയും ബിയുടെയും എഫിഷ്യൻസി കിട്ടണം, എയും ബിയും കൂടെ ചേർന്ന ആ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ രണ്ടുപേരുടെയും എഫിഷ്യൻസി, ആ ടോട്ടൽ വർക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? രണ്ട് ആൾക്കാരുടെ ഒറ്റയ്ക്കുള്ള ആ വർക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ള തന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ LCM എടുക്കും. എന്നിട്ടാണ് അത് ടോട്ടൽ വർക്ക് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് 90ന്റെയും 60ന്റെയും LCM എടുക്കാം. 90ന്റെയും 60ന്റെയും LCM എത്രയാണ്? 90ന്റെയും 60ന്റെയും LCM എന്ന് പറയുന്നത് 180 ആണ്. 180 ആണ് LCM. അപ്പൊ ടോട്ടൽ വർക്ക് 180 ആണ് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? 180 divided by 90. 180 divided by 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 180 divided by 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പൊ എന്താണ്? എയുടെ എഫിഷ്യൻസിയും ബിയുടെ എഫിഷ്യൻസിയും കണ്ടു, 2ഉം 3ഉം. ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ? നമുക്ക് ഓൾറെഡി അറിയാം എഫിഷ്യൻസി റേഷ്യോ 2:3 ആണെന്ന് അറിയാം. ഇതിങ്ങനെ കണ്ടുപിടിച്ചത് എന്തിനാണ്? ടോട്ടൽ വർക്ക് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി എയും ബിയും കൂടെ ചേർന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എയുടെയും ബിയുടെയും എഫിഷ്യൻസി നോക്കാം. എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി 3. അവിടെ എയുടെയും ബിയുടെയും കൂടെയുള്ള എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടും? 2 + 3. 2 + 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് എയും ബിയും കൂടെ ചേർന്നിട്ട് ആ വർക്ക് ഒരു ദിവസം 5 യൂണിറ്റ് ചെയ്യും. അങ്ങനെ 150 യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ടൈം എന്ന് പറയുന്നത് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. വർക്ക് എത്രയാണ് നമ്മളോട് അസ്യൂം ചെയ്തിട്ടുള്ളത്? 180 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 180 divided by എയുടെയും ബിയുടെയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസി എത്രയാണ്? 5. 180 divided by 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 ഇതില് എത്ര പ്രാവശ്യം പോകും? 18ൽ 3 ടൈംസ് പോകും. ബാലൻസ് 30 ഉണ്ട്. 13ൽ 5 എത്ര പ്രാവശ്യം പോകും? 6 ടൈംസ് അല്ലേ. അപ്പൊ എന്താണ് കിട്ടി? 36 ആണെന്ന് കിട്ടി. 36 എന്താണ് ടൈം? ഡേയ്സിൽ അല്ലേ. 36 days ആണ് ആൻസർ. അപ്പൊ എയും ബിയും കൂടെ ചേർന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 36 days എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈസ് thrice as good as workman as B and therefore able to finish a job in 48 days less than B. Working together they can do it in how many days together എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എയുടെയും ബിയുടെയും എഫിഷ്യൻസി തന്നിട്ടുണ്ട്, അവരുടെ ആ ടൈം ഡിഫറൻസും തന്നിട്ടുണ്ട്. എന്താണ്? എ എന്ന് പറയുന്നത് ബിയിനെക്കാളും thrice എഫിഷ്യന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫിഷ്യൻസി റേഷ്യോ A:B. ബിനെ കമ്പയർ ചെയ്യുമ്പോൾ എ thrice ആണ്. അപ്പൊ എന്താണ്? ബി 1 എടുക്കുന്നു, അതുപോലെ തന്നെ എ 3 ആണെന്ന് എടുക്കും. അപ്പൊ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 3:1 ആണെന്ന് കിട്ടി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം? ടൈം റേഷ്യോ എഴുതാം. ടൈം റേഷ്യോ എങ്ങനെയാണ് എഴുതുന്നത്? ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1:3. അപ്പൊ ടൈം റേഷ്യോ 1:3 ആണ് കിട്ടി. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? പറഞ്ഞിട്ടുള്ളത് ഏബിൾ ടു ഫിനിഷ് എ ജോബ് ഇൻ 48 days ലെസ് ദാൻ ബി. അതായത് ബിനെ കമ്പയർ ചെയ്യുമ്പോൾ 48 days കുറവാണ് എ എടുക്കുള്ളൂ. അതായത് എ കുറച്ച് ടൈമേ എടുക്കുള്ളൂ, ബിനെക്കാളും 48 days കുറവ്. അപ്പൊ ഈ ഡിഫറൻസ് ആണ് എത്രയെന്ന് പറയുന്നത്? നമുക്ക് 48 days എന്ന് പറയുന്നത്. അതായത് 3x ഡിഫറൻസ് എക്സ്. 3x ഡിഫറൻസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x. 2x ആണ് 48. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് x എന്ന് പറഞ്ഞ ഈക്വൽ ടു എന്തായിട്ടും 48. ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 48 divided by 2. 48 divided by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. അപ്പൊ x എന്ന് പറഞ്ഞാൽ 24 ആണ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
എ എടുക്കുന്ന ടൈം എത്രയാണ്? എക്സ് അല്ലേ. അപ്പൊ എ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എക്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. അതുപോലെ തന്നെ ബി എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x ആണ്. 3x ആണ്. അപ്പൊ 3 × 24. 3 × 24 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടും? 4 × 3 എന്ന് പറഞ്ഞാൽ 12. ബാലൻസ് 1. 3 × 2 എന്ന് പറഞ്ഞാൽ 6. 6 + 1 എന്ന് പറഞ്ഞാൽ 7. 72. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 24 ഡേയ്സ് എടുക്കും. ബി എന്ന് പറയുന്നത് 72 ഡേയ്സ് എന്നും കിട്ടി. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എയും ബിയും കൂടെ ചേർന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ആദ്യം ടോട്ടൽ വർക്ക് കാണണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്ന് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? എ 24 ഡേയ്സ്, ബി ആണെന്ന് വെച്ചാൽ 72 ഡേയ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? LCM 72 തന്നെയാണ് ഇതിന്റെ LCM ആയിട്ട് വരിക. 72 LCM ആയിട്ട് വരും. 72 / 24 എന്ന് പറഞ്ഞാൽ 3, 72 / 72 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ എഫിഷ്യൻസി റേഷ്യോ എന്താണ്? 3:1 ആണ് നമുക്ക് ഇവിടെ കിട്ടി. അതുപോലെ തന്നെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടി? 72 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വർക്ക് എന്ന് കിട്ടി. ഇനി നമുക്ക് എയുടെയും ബിയുടെയും കൂടെ ഉള്ള എഫിഷ്യൻസി കാണാം അല്ലേ. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി എത്രയാണ്? A + B. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 + 1 അല്ലേ. 3 + 1 എത്രയാണ്? 4. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എയും ബിയും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടൈം = വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു എന്നാട്ട് വർക്ക് എന്ന് പറയുന്നത് 72. അപ്പൊ 72 ഡിവൈഡഡ് ബൈ വർക്ക് ആ എഫിഷ്യൻസി 4. അപ്പൊ 72 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു എന്നാട്ടും 4 7 എത്ര പ്രാവശ്യം പോവും? 1 ടൈം പോവും. ബാലൻസ് 32 ഉണ്ട്. 32 4 എത്ര പ്രാവശ്യം പോവും? 8 ടൈംസ്. അപ്പൊ എത്രയാണ് കിട്ടി? 18 ഡേയ്സ്. അപ്പൊ എയും ബിയും കൂടെ ചേർന്ന് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 18 ഡേയ്സ് എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A is thrice as good as B and it takes 30 days less than B for doing a job. How much time required to finish the work together? അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എന്താണ് ഇവിടെ? A is thrice as good as B എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ B നെക്കാളും thrice efficient ആണ് A. അപ്പൊ എന്താണ്? A is to B. എഫിഷ്യൻസി റേഷ്യോ എങ്ങനെ നമ്മൾ എഴുതും? എഫിഷ്യൻസി റേഷ്യോ B 1 ആയിട്ട് എടുക്കാം. അതിന്റെ thrice എന്ന് പറഞ്ഞാൽ 3. അപ്പൊ എന്താണ്? 3:1 ആണെന്ന് എഫിഷ്യൻസി റേഷ്യോ. ഇതിൽ നിന്ന് ടൈം റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? ടൈം റേഷ്യോ എന്ന് പറയുന്നത് ഇതിന്റെ ഇൻവേഴ്സ്. ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1:3 ആണ്. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ആ ഒരു and it takes 30 days less than B. B നെ കമ്പയർ ചെയ്യുമ്പോൾ എക്ക് 30 ഡേയ്സ് കുറവേ എടുക്കുള്ളൂ. അപ്പൊ ടൈം ഡിഫറൻസ് എത്രയാണ് ഇവിടെ? ഇവിടെ 30 ഡേയ്സ് ആണെന്ന് കിട്ടി. അതായത് 3x ഡിഫറൻസ് x എത്രയാണ്? 3x ഡിഫറൻസ് x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x. 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ട് 30 ഡേയ്സ് ആണ്. 2x എന്ന് പറയുന്നത് 30. അപ്പൊ x എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടും? x എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2. 30 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 50 എന്ന് കിട്ടി. അപ്പൊ എന്താണ്? A എടുക്കുന്ന ടൈം എത്രയാണ്? x. A എടുക്കുന്നത് x ആണ്. x എത്രയാണ്? 50. അപ്പൊ A ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ 50 ഡേയ്സ് എടുക്കും. B ആണെങ്കിൽ എത്ര ദിവസം എടുക്കും? B എന്ന് പറയുന്നത് 3x എടുക്കും. അപ്പൊ 3x എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × x എത്രയാണ്? 15. അപ്പൊ 45 എന്ന് കിട്ടി. അപ്പൊ A ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ 50 ഡേയ്സ് എടുക്കും. B ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ 45 ഡേയ്സ് എടുക്കും. അത് നമ്മളിവിടെ എഴുതാം. A ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ 50, B ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ 45. ഇനി എന്ത് ചെയ്യാം? എയും ബിയും ചേർന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നതിന്റെ LCM കാണും. ഇതിന്റെ LCM എങ്ങനെ കാണാം? 15 45. ഏറ്റവും വലിയ നമ്പർ 45 ആണ്. 45 is divisible by 15 ആണ്. അപ്പൊ 45 തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? LCM ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം എന്താണ്? 45 ഡിവൈഡ് ബൈ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. 45 ഡിവൈഡ് ബൈ 45 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പൊ ടോട്ടൽ വർക്ക് 45 ആണ് കിട്ടി. എയുടെയും ബിയുടെയും എഫിഷ്യൻസി 3ഉം 1 ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ എയുടെയും ബിയുടെയും കൂടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി എത്രയാണ്? A + B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 + 1. 3 + 1 എത്രയാണ് കിട്ടി? 4 ആണ് കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എയും ബിയും കൂടി ചേർന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അപ്പൊ എന്താണ്? ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ടൈം ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. വർക്ക് എത്രയാണ് ഇവിടെ? 45 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, പിന്നെ 45 എത്ര പ്രാവശ്യം പോകും? 40 10 ടൈംസ് പോകും. 11 ടൈംസ് എന്നാൽ 44 പോകും അല്ലേ. അപ്പൊ 11 ടൈംസ് പോകും.
ബാലൻസ് എത്രയുണ്ട്? ഒരു 1 ഉണ്ട്. അപ്പൊ 11 1/4 44. 11 into 4 എന്ന് പറഞ്ഞാൽ എത്രയും 44 ആണ്. അപ്പൊ 11 ബാലൻസ് വരുന്നത് 45 നിന്ന് 44 മൈനസ് ചെയ്യുക, ബാലൻസ് വരുന്നത് 1. അപ്പൊ 11 1/4 ഡേയ്സ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 11 1/4 ഡേയ്സ് ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, efficiency of A is 50% more than B and B takes 21 days to complete a piece of work. A started the work alone and then B joined her 5 days before actual completion of the work. In how many days will the work be complete എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എഫിഷ്യൻസി ഓഫ് എ 50% മോർ ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? ബിയുടെ എഫിഷ്യൻസി റേഷ്യോ നമ്മൾ എങ്ങനെ എഴുതും? A/B എഫിഷ്യൻസി റേഷ്യോ എങ്ങനെ എഴുതണം? ബി 100 ആയിട്ട് എടുക്കണം അല്ലേ? ദാൻ ബി എന്ന് പറയുന്നത്. അപ്പൊ 100 ആയിട്ട് എടുക്കുന്നു. എ എത്രയാണ്? 50% മോർ. അപ്പൊ എന്താണ്? 100 കൊണ്ട് ഒരു 50 ആഡ് ചെയ്യാം. അപ്പൊ 150. അപ്പൊ എന്താണ് എഫിഷ്യൻസി റേഷ്യോ? അത് ഇവിടെ 3 times 15 3 times പോകും, ഇവിടെ 2 times പോകും. അപ്പൊ എഫിഷ്യൻസി റേഷ്യോ എന്താണെന്ന് കിട്ടി? 3:2 ആണെന്ന് കിട്ടി. ഇനി എന്താണ്? ടൈം റേഷ്യോ കണ്ടുപിടിക്കണം. ടൈം റേഷ്യോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ടൈം റേഷ്യോ എന്ന് പറയുന്നത് 3:2ന്റെ ഇൻവേഴ്സ് എത്രയാണ്? 2:3. ടൈം റേഷ്യോ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ B takes 21 days to complete a piece of work എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് B എത്ര ദിവസം എടുക്കും? 20 days എടുക്കും. ഓക്കെ, B എന്ന് പറഞ്ഞത് 21 days എടുക്കുന്ന കിട്ടി. അപ്പൊ എന്താണ്? നമുക്കറിയാം ബിയുടെ എഫിഷ്യൻസി നമുക്ക് 2 ആണെന്നും കിട്ടി. അതുപോലെ തന്നെ ബി എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യുന്നതും കിട്ടി. നമുക്ക് എന്താണ്? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം. അതായത് ഈ ബിയുടെ എഫിഷ്യൻസി അറിയാം, ബി എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? എഫിഷ്യൻസി, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്. ബി എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യുന്നത്? 21. അപ്പൊ 12 into 21. 2 into 21 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടി? 42 ആണെന്ന് കിട്ടി. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? 42. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു എത്ര ദിവസം, അതായത് ബി എന്ന് പറയുന്നത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ആ 5 ദിവസം മുന്നാണ് ബി ജോയിൻ ചെയ്തേക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന പേഴ്സൺ എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടാവും? ആദ്യം മുതൽ എ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വർക്കിന്. അപ്പൊ എന്ത് ചെയ്യുന്നു? എ ആദ്യം മുതൽ അവസാനം വരെയും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് അവസാനത്തെ 5 ദിവസം മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? എത്ര ദിവസം കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്? ആ എക്സ് എന്ന് പറയുന്നത് ആ ഒരു ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കും. ഇനി എന്ത് ചെയ്യാം? ഇനി എയുടെയും ബിയുടെയും എഫിഷ്യൻസി എഴുതാം. എഫിഷ്യൻസി എത്രയാണ്? 3ഉം 2. ഇനി എ എടുക്കുന്ന ടൈം എത്രയാണ്? എ ടോട്ടൽ ഡേയ്സ് ആദ്യം മുതൽ അവസാനം വരെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എ എക്സ് ഡേയ്സ് എടുക്കും. ബി എത്രയാണ്? അവസാനത്തെ 5 ദിവസം മാത്രമേ ബി വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ നിന്ന് വർക്ക് കണ്ടുപിടിക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 into x എന്ന് പറഞ്ഞാൽ 3x-ഉം ഇവിടെ 2 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ഉം. അതായത് 3x plus 10 ആണ് ഈ ടോട്ടൽ വർക്ക് 42. എ മൊത്തം എത്ര വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ബി എത്ര വർക്ക് ചെയ്യുന്നു, രണ്ടുപേരും കൂടിയുള്ള മൊത്തം വർക്കാണ് എന്തെന്ന് പറയുന്നത് 42. അപ്പൊ എന്താണ്? 3x plus 10 ആണ് 42. 3x plus 10 ആണ് 42. അപ്പൊ എന്ത് ചെയ്യാം? 3x എന്ന് പറഞ്ഞ ഈക്വൽ ടു 42. 10 അങ്ങോട്ട് പോകുമ്പോൾ -10. 42 minus 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32. അപ്പൊ 3x എന്ന് പറഞ്ഞത് 32 ആണ് കിട്ടി. x എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടും? ഈക്വൽ ടു 32 divided by 3. അപ്പൊ 3 ഇതിൽ എത്ര വശവും? 3ൽ 1 ടൈം പോകും, 2ൽ പിന്നെ ബാലൻസ് വരുന്നത് 2 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഈക്വൽ ടു 10 ടൈംസ് പോകും. അപ്പൊ 10 ബാലൻസ് വരുന്നത് എത്രയാണ്? 2/3. അപ്പൊ 10 2/3 ഡേയ്സ്. അപ്പൊ മൊത്തം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന എത്ര ദിവസം കൊണ്ടാണെന്ന് നമുക്ക് കിട്ടി? 10 2/3 ഡേയ്സ് ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, P and Q working together can complete a piece of work in 10 days. Due to illness, Q work half of his efficiency. Because of that, the work will be completed in 16 days. Then find the number of days taken to complete the whole work by P alone. ചോദിച്ചിരിക്കുന്നത് അതായത് പിയും ക്യൂവും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പീസ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 days എടുക്കും സാധാരണ.
പിന്നെ എന്ത് ചെയ്തു? ഡ്യൂ ടു ഇൽനെസ്, അതായത് ക്യൂവിന് അസുഖമായതുകൊണ്ട് എന്ത് ചെയ്തു? ക്യൂ സാധാരണ വർക്ക് ചെയ്യുന്നതിന്റെ പകുതി എഫിഷ്യൻസിയിലാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്തു? പിയും ക്യൂവും കൂടെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 days ആണ് സാധാരണ എടുക്കുക. ക്യൂ എന്ന് പറയുന്നത് അതിന് അസുഖമായതുകൊണ്ട് അതിന്റെ പകുതി എഫിഷ്യൻസി ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? അത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 16 days എടുത്തു. അങ്ങനെയെങ്കിൽ പി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? രണ്ടും എന്താണ്? ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ എന്താണ്? വർക്ക് എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത് അവിടെ സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ പിയുടെ എഫിഷ്യൻസി പി ആയിട്ടും, ഓക്കെ, എഫിഷ്യൻസി ഓഫ് പി എന്ന് പറയുന്നത് പി ആയിട്ടും എഫിഷ്യൻസി ഓഫ് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂ ആയിട്ട് എടുക്കുകയാണ്. ഇനി എന്താണ്? രണ്ടുപേരും കൂടെ സാധാരണ ഒറ്റയ്ക്ക് ആ വർക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 days എടുക്കും. അപ്പൊ ടോട്ടൽ വർക്ക് എന്താണ്? വർക്ക് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. അപ്പൊ എന്താണ്? രണ്ടുപേരും കൂടെയുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് പിയുടെ എഫിഷ്യൻസി പ്ലസ് ക്യൂയുടെ എഫിഷ്യൻസി, അതായത് പി പ്ലസ് ക്യൂ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നത്? 10 days. അപ്പൊ ഒരു ടോട്ടൽ വർക്ക് നിന്ന് പി പ്ലസ് ക്യൂ ഇൻറ്റു 10 എന്ന് കിട്ടി. ഇനി എന്താണ്? ക്യൂവിന് അസുഖമായതുകൊണ്ട് ക്യൂ എന്ത് ചെയ്തു? അതിന്റെ സാധാരണ എഫിഷ്യൻസിയിലെ പകുതി. അപ്പൊ സാധാരണ എഫിഷ്യൻസി ക്യൂ ആണെങ്കിൽ ഇൽനെസ് ആകുമ്പോ അപ്പൊ എന്ത് ചെയ്തു? ക്യൂയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിന്റെ പകുതി. അപ്പൊ Q/2 ആണ് എഫിഷ്യൻസിന്ന് എടുക്കാം. Q/2 ആണ് ഇതിന്റെ എഫിഷ്യൻസി. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? പിയുടെ എഫിഷ്യൻസി പി തന്നെ. ക്യൂയുടെ എഫിഷ്യൻസി എത്രയാണ്? Q/2. ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്ന പറഞ്ഞത്? 16 days എടുക്കുന്ന പറഞ്ഞത്. ഓക്കെ, അപ്പൊ രണ്ട് കേസിൽ, ഒന്നാമത്തെ കേസിൽ പി പ്ലസ് ക്യൂ ഇൻറ്റു 10 ആണ് ടോട്ടൽ വർക്ക്. രണ്ടാമത്തെ കേസിൽ പി പ്ലസ് Q/2 ഇൻറ്റു 16. അപ്പൊ എന്താണ്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് പിയുടെയും ക്യൂയുടെയും എഫിഷ്യൻസി റേഷ്യോ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ പി പ്ലസ് ക്യൂ ഇൻറ്റു 10 ഈക്വൽ ടു പി പ്ലസ് Q/2 ഇൻറ്റു 16 ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? പി പ്ലസ് ക്യൂ രണ്ടും ടോട്ടൽ വർക്ക് സെയിം ആയതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യാണ്. പി പ്ലസ് Q/2 ഇൻറ്റു 16. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് എഫിഷ്യൻസി റേഷ്യോ ഓഫ് പിയും ക്യൂവും കണ്ടുപിടിക്കാം. അതായത് 10 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എന്താണ്? 10p പ്ലസ് 10 ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ 10q ഈക്വൽ ടു എന്ന് കിട്ടും? 16 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ 16p പ്ലസ് Q/2 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2ഉം 16ഉം ക്യാൻസൽ ആയിട്ട് എത്ര? 8 ടൈംസ് പോകും. അപ്പോൾ 8q എന്ന് കിട്ടി. ഇത് എന്ത് ചെയ്യാം? ക്യൂ ഇങ്ങോട്ടും കൊണ്ടുവരാം, പി അങ്ങോട്ടും കൊണ്ടുപോകാം. 10q, ഈ ക്യൂ ഇങ്ങോട്ട് പോകുമ്പോൾ 8q എന്താവും? -8q. അപ്പൊ 10q - 8q, 10q - 8q എന്ന് പറഞ്ഞ ഈക്വൽ ടു കിട്ടും? പിന് അങ്ങോട്ട് പോകുമ്പോൾ 16p ഉണ്ട്, ഇത് അങ്ങോട്ട് പോകുമ്പോൾ -10p. അപ്പോൾ 10q - 8q എന്ന് പറയുമ്പോൾ എത്രയാണ്? 2q ഈക്വൽ ടു കിട്ടും? 16p - 10p എന്ന് പറയുമ്പോൾ 6p. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 ഇതിൽ എത്ര വശം പോകും? 3 ടൈംസ്. അപ്പോൾ q എന്ന് പറയുന്നത് ഈക്വൽ ടു 3p എന്ന് കിട്ടി. അപ്പൊ എന്താണ്? Q/p എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ് കിട്ടി? പി ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പത്തെ ഈക്വൽ ടു 3/1 അല്ലേ? അപ്പൊ Q/p, ക്യൂയുടെ എഫിഷ്യൻസി 3ഉം കിട്ടി, പിയുടെ എഫിഷ്യൻസി 1 ആണെന്ന് കിട്ടി. ഓക്കെ, പിയുടെ എഫിഷ്യൻസി 1 ആണെന്ന് കിട്ടി, ക്യൂയുടെ എഫിഷ്യൻസി എന്താണെന്ന് കിട്ടി? 3 ആണെന്നും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വർക്ക് ആദ്യം കണ്ടുപിടിക്കാം അല്ലെ? ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ്? പി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം ടോട്ടൽ വർക്ക്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പിയുടെയും ക്യൂയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോട്ടൽ വർക്ക് സെയിം ആയിരിക്കും. നമ്മളൊക്കെ എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ P1 Q3 ആണ് അല്ലേ? അപ്പൊ എന്താണ്? 1 + 3 × 10 എത്ര കിട്ടും? 1 + 3 എന്ന് പറഞ്ഞാൽ 4. 4 × 10 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 40. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 40 ആണെന്ന് കിട്ടി. ഓക്കെ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 40 ആണെന്ന് കിട്ടി. പിയുടെ എഫിഷ്യൻസി നമുക്ക് എന്തറിയാം? പിയുടെ എഫിഷ്യൻസി 1 ആണെന്നറിയാം. ഇനി എന്താണ്? പി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി. എത്രയാണ് വർക്ക്? 40, എഫിഷ്യൻസി 1. 40/1 എന്ന് പറഞ്ഞാൽ 40. അപ്പൊ പി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു കിട്ടി? നമുക്ക് 40 days ആണെന്ന് കിട്ടി. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 40 days. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്ത എഫിഷ്യൻസി ബേസ്ഡ് പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോട് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ടും കാണാം. ഓക്കെ, താങ്ക് യു.